ഫാമാൻചാലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പേൾ കൃഷിയുടെ പുല്ല് കെട്ട് നമ്മളിപ്പോൾ ഒരു 45 ദിവസത്തെ എടുക്കുമ്പോഴാണ് വിളവെടുക്കുക. ഇപ്പോൾ 20 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ 20 ദിവസത്തിൻ്റെ വളർച്ചയൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ഏരിയ നമ്മൾ ചെയ്തേക്കണം കണ്ടോ. ആ ഭാഗത്ത് കൊണ്ട് കുറച്ച് പുല്ല് നമ്മൾ മിസ്സായിട്ടുണ്ട്. അതിന് കാരണം പറഞ്ഞാൽ അവിടെ മണ്ണിൽ പിച്ച് കുറച്ച് മോശമായിരുന്നു. വെള്ളമൊക്കെ ഒലിച്ച് കൂടുതൽ വന്ന ഭാഗമായിരുന്നത്. അവിടെ നമ്മൾ മുന്നേ വാഴക്കൃഷി ചെയ്ത സ്ഥലമാണത്. ഇപ്പോൾ കുറച്ച് നാൾ വളം ഒന്നും ചെയ്യാണ്ട് വെള്ളക്കെട്ടൊക്കെ ആയിരുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് പുല്ല് മിസ്സായിപ്പോയത്. അപ്പോൾ ഇവിടെ ഒന്നും കുഴപ്പമില്ല കണ്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല വൃത്തിക്കാനെ കുറച്ച് നല്ല വൃത്തിക്കാനെ പുല്ലായിട്ടുണ്ട്. വൃത്തിക്കാണ് ഇവിടെയൊക്കെ നല്ല പുല്ലായി. ഈ ഇങ്ങനെ ഫുള്ള് പുല്ലായി കഴിഞ്ഞാൽ ഫുള്ള് വെട്ടും കണ്ടോ. ഇങ്ങനെ ഫുള്ള് പുല്ലാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഗ്യാപ്പ് കണ്ടോ. ഈ ഗ്യാപ്പൊക്കെ ഫില്ലായി കഴിഞ്ഞാൽ അപ്പം പുല്ല് വെട്ടും. അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് പുല്ലായിട്ടുണ്ട് കണ്ടോ. നിറച്ച് പുല്ലായിട്ടുണ്ടോ. നമ്മളവിടെയൊക്കെ പുല്ലായിട്ടുണ്ട്. ഇവിടെ ഈ ഇത്രയും ഘട്ടം നമ്മൾ ലാസ്റ്റിൻ്റെ ഭാഗം കേട്ടോ. കുറച്ച് ഭാഗം ബാക്കിയൊന്നും ലാസ്റ്റ്. അപ്പോൾ ഇവിടെ കുറച്ച് പുല്ലായിട്ടില്ല. എന്നിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട്. ഇവിടെയൊക്കെ വലിയ ഗ്രോത്ത് ഉണ്ട്. ഇവിടെയൊക്കെ 20 ദിവസം ആയിട്ടില്ല. ഈ 18 ദിവസം ആയിട്ടുള്ളൂ. ബാക്കി 20 ദിവസമായി. ഇനി 20 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് പുല്ല് വെട്ടാം. ശരിക്കും പുല്ല് ശരിക്കും ഒരു 45 ദിവസം കൊണ്ട് നമ്മൾ ഇട്ട പൈസ ലാഭം കിട്ടുന്നൊരു കൃഷിയാണ് പുല്ല് കൃഷി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ഈ പുല്ല് കൃഷിയിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം കഴിഞ്ഞാൽ നന്നായി വെള്ളം വേണം, നനയ്ക്കാനുള്ള വെള്ളം ഫെസിലിറ്റി വേണം, പിന്നെ മണ്ണാണ് മെയിൻ സാധനം കേട്ടോ. മണ്ണ് ശരിക്കും ഇത്രയും ഭാഗം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 4-5 ലോഡ് മണ്ണ് വേണ്ടിയിരുന്നു. ഇതാണ് ശരിക്കും വേണ്ടത്. മണ്ണ് വേണം കണ്ടമാനം. മണ്ണിട്ടാൽ മാത്രമേ നമുക്ക് കൃഷിയുടെ മുന്നോട്ട് പോകുള്ളൂ. കാരണം ഇത് ചെത്തിപ്പോകുമ്പോൾ മണ്ണെടുത്ത് എടുത്തെടുത്ത് പോകും. അപ്പോൾ പുതിയ മണ്ണിട്ടിട്ട് വന്നാൽ നമുക്ക് കിട്ടുന്ന ഗ്രോത്ത് ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രധാന സംഭവം വിത്തിന് വലിയ പൈസ തരില്ല. പക്ഷേ ഇതിൻ്റെ മണ്ണിൻ്റെ പൈസ വരിക. മണ്ണാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അപ്പം മണ്ണുള്ളവർക്ക് സിമ്പിളായിട്ട് കൃഷി ചെയ്യുന്ന സംഭവം. മണ്ണില്ലാന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മണ്ണ് ഞാൻ പൊടിമണ്ണ് വേണം. കല്ലും മണ്ണൊന്നും ഉണ്ടാവാത്ത പൊടിമണ്ണിന് വേണം. അതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം. അപ്പോൾ അങ്ങനത്തെ മണ്ണൊക്കെ ഒരു ലോഡിന് 3500-4000 ഒക്കെ വരും ഒരു ലോഡിന്. അപ്പോൾ നമുക്ക് മണ്ണ് കിട്ടാനുണ്ട്. അതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യുന്നത് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് എത്ര 20,000 രൂപ നമുക്ക് മണ്ണിന് വേണ്ടി മാത്രം പോകും കേട്ടോ. അപ്പോൾ ഇതൊരു അങ്ങനെ വല്ല ഇത്രയും ഭാഗം നമ്മൾ കൃഷി ചെയ്യാൻ നമുക്കൊരു ഈ സമയത്ത് മുടക്കിയത് നമ്മൾ 1 ലക്ഷം രൂപ അടുത്ത് മുടക്കിയിട്ടുണ്ട്. 1 ലക്ഷത്തിന് മേളിലേക്ക് മുടക്കിയിട്ടുണ്ട്. അപ്പം പണിക്കാശ് വേറെ വേണം. 1 രൂപ അടുത്ത് നമുക്ക് മുട്ട് വരും. കാരണം നിരത്താനൊക്കെ നമുക്ക് 3 ദിവസം വേണ്ടി ഒന്ന് ഹിറ്റാച്ചി കൊണ്ട് നിരത്തി പിന്നെ പണിക്കാരെ വെച്ചൊന്ന് കറക്റ്റാക്കി ഷേപ്പാക്കി കുഴിയൊക്കെ ലെവലാക്കി വരുന്ന പണിയുണ്ട്, നല്ല പണിയുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു പണി കഴിഞ്ഞാൽ പിന്നെ പുല്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ നനയ്ക്കൽ ഡെയിലി നനയ്ക്കണം. പിന്നെ ഇതിൻ്റെ പ്രധാന വശം കഴിഞ്ഞാൽ പുല്ല് ഇതിൻ്റെ കള വരലാണ്. അപ്പോൾ കള നമ്മൾ കാണുന്ന എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ല. കള വലിയ വിഷം വരില്ല. പിന്നെ ഒരു മരുന്നുണ്ട്. ആ മരുന്ന് വെച്ച് കുറച്ച് കളയൊക്കെ പോകും. അപ്പോൾ ഈ പോകാത്ത കളയൊക്കെ നമ്മൾ കുത്തി എടുക്കണം. മനസ്സിലായോ? അങ്ങനെ കുത്തി എടുക്കണം. ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ മൂടിലും കുത്തി എടുക്കും നമ്മൾ. കളയുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ കള കാണാനില്ല. ഇവിടെ നിന്നൊക്കെ നമ്മൾ വൃത്തിയൊക്കെ ഇവിടെ കളപ്രശ്നമില്ല. ചിലയിടത്ത് കളപ്രശ്നം കൂടുതലായിരിക്കും. നമുക്ക് ആദ്യം കളയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുത്തിയത് കളഞ്ഞു. പിന്നെ മരുന്നിട്ടപ്പോൾ കുറേ കളയൊക്കെ പോയി. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ കളവലുണ്ടോയെന്ന്. ഇതൊക്കെ നല്ല പുല്ലാണ് കണ്ടോ. പേഴ്സിന് പുല്ലുണ്ട്. ഇവിടെ കുറച്ച് പുല്ല് പോയ ഭാഗം കണ്ടോ. ഇവിടെ കുറച്ച് പുല്ല് പോയ ഭാഗം തന്നെ കണ്ടോ. അതിന് ഈ മണ്ണിൻ്റെ pH വാല്യൂ കുറച്ച് പ്രശ്നമായിട്ടാണ് പോയതാണ്. കുറച്ച് വെള്ളം കണ്ടപോലെ വന്നിട്ട് ഈ ഭാഗത്തേക്ക് കൂടുതൽ വെള്ളം അടിച്ച്. അപ്പോൾ അങ്ങനെ കുറച്ച് മിസ്സായതാണ് പുല്ല്. ഇങ്ങനെ പഴുക്കണുണ്ടോ. ഈ പഴുത്ത് പല്ല് പോകണ്ട. ഇത് പോയി ഇങ്ങനെ പുല്ല് പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ പുല്ല് കൃഷിയുടെ അപ്ഡേറ്റ്. ഇനിയിപ്പോൾ നമ്മളത് ചെത്തും. പുല്ല് 20 ദിവസം കഴിഞ്ഞ് നമ്മൾ പുല്ല് വെട്ടുന്ന വീഡിയോക്കെ കാണിച്ചു തരാം. എങ്ങനെ പുല്ല് വെട്ടുന്നത്, എത്രത്തോളം മണ്ണൊക്കെ പോകുമെന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് പുല്ലിടുന്ന ഞാൻ കാണിച്ചു തരാം. പുല്ലിടുന്ന ഞാൻ ഇത് കാണിച്ചിട്ടില്ല. പുല്ലിടുന്നത് കാണിച്ചിരുന്നതാണ്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കണ്ടോ. എല്ലാവരും ലൈക്കും ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിട്ട് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ജാതിക്ക കണ്ടോ. ജാതിക്ക എല്ലായിടത്തും ജാതിക്ക ആയി തുടങ്ങി കണ്ടോ. അപ്പോൾ നമ്മളത് ഇതിൻ്റെ ഇടയ്ക്കാണ് സംഭവം ചെയ്യുന്നത്. ഇതിന് നമ്മൾ മാൻ പവർ കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ ദിവസവും നോക്കണം. എല്ലാ ദിവസം നനയ്ക്കാം, ഡെയിലി നനയ്ക്കണം. അതാണ് പ്രശ്നം. വേറൊരാൾ ഒരു ദിവസം നനയ്ക്കാനില്ലെങ്കിൽ മുല്ലൊക്കെ ഉണങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഡെയിലി നനച്ചാൽ മാത്രമേ ഈ പുല്ല് കൃഷിക്ക് ജയിക്കത്തുള്ളൂ. ഡെയിലി ഇതിന് കെയറിങ് കൊടുത്താൽ മാത്രമേ ഇത് നോക്കുള്ളൂ. അല്ലെങ്കിൽ വല്ലപ്പോഴും ഒന്നും നോക്കണ്ട. വാഴക്കൃഷിയൊക്കെയാണെങ്കിൽ എന്നും നനച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ആഴ്ച കണ്ട് നനച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഡെയിലി നനയ്ക്കണം. അതതിൻ്റെ പ്രശ്നം കേട്ടോ. നമ്മൾ ഫുൾ പൈപ്പിട്ട് നനയ്ക്കുകയാണ്. സ്പ്ലിങ്ങറൊന്നുമല്ല, നമ്മൾ സാധാരണ പൈപ്പിട്ട് നനയ്ക്കുകയാണ്. സ്പ്ലിംഗ് ഇട്ടപ്പോൾ എല്ലായിടത്തും ആയെന്ന് വരില്ല. പിന്നെ പുല്ല് വെട്ടുമ്പോൾ സ്പ്ലിംഗറിൻ്റെ പൈപ്പ് വെട്ടുമ്പോൾ ആ പുല്ല് കറക്റ്റ് ഷേപ്പിൽ വെട്ടാൻ പറ്റില്ല. കുറേ പുല്ല് മിസ്സിങ് വരും. അതുകൊണ്ട് സ്പ്രിംഗ് ഇടാത്ത. അല്ല സ്പ്രിംഗ് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ്. അങ്ങനത്തെ കുറേ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീണ്ടും ഇനിയും കാണാം.